നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ കണ്ടല്ലോ ക്ലോസ് ആയിട്ട് വരുന്ന നെക്കാണ്. അന്നേരം അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. ക്ലോസ് ആയിട്ട് വരുന്ന നെക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈനെക്ക് മോഡലാണ് അത് വരുന്നത്. കാര്യം അതിന് ഷോൾഡറിൻ്റെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഷോൾഡർ എടുക്കുമ്പോൾ ഫുൾ ഷോൾഡറാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈനെക്ക് വരുന്ന മോഡൽ തന്നെയാണ്. അതിനകത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ കോളർ വന്നിട്ടില്ലെന്നേ ഉള്ളൂ, അതായത് നെക്ക് വന്നിട്ടില്ലെന്നേ ഉള്ളൂ, കഴുത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് അല്ലേ, അത് ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. അത് നമുക്ക് ഇടണമെങ്കിൽ നമുക്ക് തലയിൽ കൂടെ കയറ്റിയിടാൻ പറ്റത്തില്ല, ബാക്ക് ഓപ്പൺ വേണം. അങ്ങനെ നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്, അതിന് ബാക്ക് സിബുണ്ട്, കണ്ടായിരുന്നല്ലോ അത്. കാരണം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ആദ്യം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ കാണാം. ഇതിപ്പോൾ ലൈനിങ് ആണ്. ഇപ്പോൾ നമ്മൾ ലൈനിങ് ചുരിദാർ സാധാരണ കട്ട് ചെയ്യുമ്പം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് മടക്കിടിക്കാനുള്ളത് മുമ്പ്, അതിനുശേഷം നമുക്ക് ഇറക്കം എത്ര ആണോ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കാര്യം രണ്ടിൻ്റെയും ആം ഹോളിൻ്റെ മെഷർമെൻ്റ് ആയാലും കഴുത്തിൻ്റെ ആ ഒരു ഇതായാലും ചെസ്റ്റും അതെല്ലാം തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ടും ബാക്കും ഒരുപോലെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആദ്യം ബാക്ക് കട്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം കേട്ടോ. ആം ഹോളിൻ്റെ കാര്യത്തിലായാലും ഷോൾഡറിൻ്റെ ഒക്കെ കാര്യത്തിലായാലും ശകലം വ്യത്യാസങ്ങൾ വരും ഫ്രണ്ടും ബാക്കും തമ്മിൽ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതിന് ആദ്യം നമ്മൾ ലൈനിങ്ങിൻ്റെ അവിടെ നമ്മൾ മടക്കടിക്കാനുള്ള മുമ്പ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം എത്രയാണോ ഇറക്കം വരുന്നത്, ഇതിപ്പം ബാക്ക് പാർട്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത്, എത്രയാണോ ഇറക്കം വരുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ് മാർക്ക് ചെയ്യും. എന്തിനാണ് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഒറിജിനൽ തുണിയെക്കാട്ടിലും 1 ഇഞ്ച് കുറഞ്ഞ് ലൈനിങ് കിടന്നാൽ മതി. അതുകൊണ്ടല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത്, അത് ഓർമ്മ വേണം കേട്ടോ. അത് എത്രയാണോ ഇറക്കം വരുന്നത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ്ങിൽ എടുക്കുന്നു. നമുക്കന്നേരം ഒരു ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് തയ്യൽ തുമ്പ് അത് നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ സാധാരണ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഇനിയിപ്പോൾ ഷോൾഡറൊക്കെ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് പോവുക ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഹൈനെക്ക് വരുമ്പം നമുക്ക് ഷോൾഡറിന് സ്ലോപ്പ് ആവശ്യമാണ്. നമ്മൾ സാധാരണ ഒരു 4 ഇഞ്ചൊക്കെ സ്ലോപ്പ് കൊടുക്കും, പക്ഷേ ഹൈനെക്ക് ആകുമ്പോൾ 4 ഇഞ്ചൊന്നും കൊടുത്താൽ പോരാ. ഇപ്പം നമുക്കൊരു മിനിമം വരുന്ന ഷോൾഡറിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു ആൾക്ക് 1 ഇഞ്ച് സ്ലോപ്പാണ് കൊടുക്കേണ്ടത്. നോർമൽ ഒരു ബോഡി ഷേപ്പുള്ള ബോഡി ഷോൾഡറുള്ള ഒരാൾക്ക്, വണ്ണത്തിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നോർമൽ ബോഡി ഷോൾഡർ. അതായത് ചില ആൾക്കാരുടെ ഷോൾഡർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല സ്ലോപ്പായിരിക്കും, താഴോട്ട് നല്ല സ്ലോപ്പായിട്ട് വരുന്ന ഷോൾഡറുണ്ട്. അന്നേരം അങ്ങനെ വരുന്ന ഷോൾഡർ ആണെങ്കിൽ നമുക്കൊരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ സ്ലോപ്പ് കൊടുത്തെങ്കിലേ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ നോർമലായിട്ട് വരുന്ന ഷോൾഡർ ആണെങ്കിൽ നമുക്ക് ഏത് വണ്ണം വന്നാലും 1 ഇഞ്ച് സ്ലോപ്പ് കൊടുത്താൽ മതി. അന്നേരം നമ്മൾ എത്ര ഇഞ്ചാണോ സ്ലോപ്പ് കൊടുക്കുന്നത് ആ സ്ലോപ്പ് നമ്മൾ ഇവിടുന്ന് മേലോട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ 1 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്തു, കണ്ടോ. എന്നിട്ട് നമുക്കിത് വരയ്ക്കാം. ഇത് നമുക്കിതിൻ്റെ തയ്യൽ തുമ്പൂടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എത്ര ഇഞ്ചാണോ സ്ലോപ്പ് വേണ്ടത് അത് നമ്മൾ മുകളിലോട്ട് മാർക്ക് ചെയ്തു. നമുക്ക് ഒറിജിനൽ ലെങ്ത് ഇവിടെ വരെയാണ് വേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ എത്ര ഇഞ്ചാണോ സ്ലോപ്പ്, ഇപ്പോൾ 1.5 ഇഞ്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, ഇവിടെ മേലോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തേനെ. 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തേനെ. 2 ഇഞ്ചൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഷോൾഡർ ചരിവ് വരുന്നതാക്കാണ് 2 ഇഞ്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. ഇത് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ബാക്ക് സിബ് വേണം. കാരണം നമുക്ക് സിബിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് അടയാളപ്പെടുത്തണം. നമുക്കൊരു 4 ഇഞ്ച് ഒരു പോയിന്റും സിബിന് തയ്യൽ തുമ്പ് കൂടെ അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ചെയ്യുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ആയിട്ട് വരുന്ന നെക്കാണ്, കണ്ടായിരുന്നല്ലോ. നമുക്കതിനെ കോളർ വെച്ച് കഴിഞ്ഞാൽ അത് ചോക്കർ നെക്കോ ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ചോക്കർ നെക്കൊക്കെ വരുന്നുണ്ട്, നമുക്ക് വരുന്ന ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും പറ്റുള്ളത്. ഇപ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ കോളർ വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലോട്ട് ചേർത്തിരിക്കുക. അത് അത്രയും ക്ലോസ് ആയിട്ട് വരുന്ന നെക്കാണ്. അങ്ങനെ നമുക്ക് തലയൊക്കെ ഇടാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഭാഗത്ത് ഓപ്പൺ വേണം. ഫ്രണ്ട് ഓപ്പൺ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, വൃത്തികേടായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ബാക്ക് ഓപ്പൺ നമുക്ക് കൊടുക്കാം. ബാക്ക് ഓപ്പൺ കുഴപ്പമില്ല, നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ബാക്ക് ഓപ്പൺ കൊടുക്കുമ്പോഴേ ബാക്ക് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുള്ള തുമ്പ് നമ്മൾ ഇടണമല്ലോ. അല്ലാതെ കാര്യം നമുക്ക് കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് ഇവിടെ തുമ്പിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ തുമ്പിടാതിരുന്ന് കറക്റ്റ് മെഷർമെന്റ് എടുക്കുന്നവ ആയിരിക്കാം. നമുക്ക് സിബിടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ അത്രയും കുറഞ്ഞു പോകത്തില്ലേ. കാരണം നമ്മളുടെ 4 ഇഞ്ച് ഒരു പോയിന്റും നമുക്ക് സിബിനുള്ളത് വേണം. അത് നമ്മൾ നേരെ നമുക്ക് ജസ്റ്റ് ഒരു ലൈനിങ് താഴോട്ട് വരയ്ക്കാം. താഴെ വരെ വരയ്ക്കണ്ട, ഞാനത് പറഞ്ഞുതരാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നേ. അത് ജസ്റ്റ് നമ്മളൊന്ന് വരച്ചിട്ടു സിബിനാണെന്നുള്ളത് അറിയാൻ വേണ്ടി. ഇനി നമുക്ക് വേണ്ടത് കഴുത്തിൻ്റെ വൈഡെന്ന് പറയുമ്പം നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നില്ല, കഴുത്തിലോട്ട് ചേർന്നല്ലേ അതിരിക്കുന്നത് റൗണ്ടായിട്ട്. അതിന് അത്രയും ചേർന്ന് വരണം. അതെങ്ങനെ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. കഴുത്തിൻ്റെ ചുറ്റളവ് നമുക്ക് എടുക്കണം.
എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ. ബോഡിയിൽ നിന്ന് എടുക്കുമ്പം കഴുത്തിൻ്റെ ചുറ്റളവ് നമുക്ക് എടുക്കണം. അങ്ങനെ കഴുത്തിൻ്റെ ചുറ്റളവ് എടുത്തിട്ട് ആ ചുറ്റളവിനെ അനുസരിച്ചാണ് നമുക്ക് ഇവിടുന്ന് നമുക്ക് അകലം കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇത് നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അകലം കൊടുക്കുന്നത് കഴുത്തിൻ്റെ ചുറ്റളവിനെ അനുസരിച്ചാണ്. അതിൻ്റെ ഞാൻ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇത് എഴുതിയെടുത്തോണേ. കാര്യം ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഓരോ ക്ലാസ്സിനും ഇത് ആവശ്യമാണ്. ഇപ്പം നമുക്കൊരു ഇപ്പം ഇതിൻ്റെ അളവ് ഞാൻ പറയാം. ഇതിൻ്റെ അളവ് വരുമ്പോൾ നമുക്കൊരു 15 ഇഞ്ചാണ് വരുന്നത്. കഴുത്തിൻ്റെ ചുറ്റളവ് 15 ഇഞ്ചാണ്. അതെങ്ങനെ ചുറ്റളവ് എടുക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ കഴുത്തിൻ്റെ ചുറ്റളവ് വരുന്നത് 15 ഇഞ്ചാണ്. 15 ഇഞ്ച് കഴുത്തിൻ്റെ ചുറ്റളവ് വന്നാൽ, വണ്ണത്തിൻ്റെ കാര്യം മറ്റേ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, കഴുത്തിൻ്റെ ചുറ്റളവ് 15 ഇഞ്ച് വന്നാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം എടുക്കേണ്ടത്, വൈഡ് എടുക്കേണ്ടത് 2.25 ഇഞ്ചാണ്. മനസ്സിലായോ? 2.25 ഇഞ്ചാണ്. ഞാൻ കാണിച്ചു തരാം. ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് 2.25 ഇഞ്ച്. കണ്ട് ഇവിടെ വരും, കണ്ടോ? 2.25 ഇഞ്ചാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇറക്കം വരുന്നത് ഈ ലാസ്റ്റ് വരുന്ന ലൈൻ ഉണ്ടല്ലോ, അവിടെ വരെയാണ് ഇറക്കം വരുന്നത്. കാരണം തയ്യൽ തുമ്പോട് എടുക്കുമ്പം ഇങ്ങനെ താഴെ വരണം. അത് എങ്കിലേ കഴുത്ത് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അതായത് ഫ്രണ്ട് പോർഷൻ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചുരിദാറുകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഹൈനൊക്കെ വരുന്നതൊക്കെ ഫ്രണ്ട് പോർഷൻ, ബാക്ക് പോർഷൻ ഫ്രണ്ടിലോട്ട് ശാല ഇറങ്ങി നിൽക്കും. അതായത് ബാക്ക് പോർഷൻ അങ്ങോട്ട് കെയർ ചെയ്യാൻ നിൽക്കുക, ഫ്രണ്ടിലോട്ട് ശാല കെയർ ചെയ്യാൻ നിൽക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ചുളുക്കമില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ അനുസരിച്ചാണ് നമ്മളിവിടെ ഇതിൻ്റെ ഇറക്കം വരുന്നതും ഇങ്ങനെ വന്ന് ഈ ഒരു ഷേപ്പിലാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ആം ഹോൾ കർവ് വെച്ച് വരയ്ക്കാം കേട്ടോ. ആ സ്കെയിൽ ഷേപ്പ് ചെയ്യുന്ന ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് എടുത്തെങ്കിലേ ആ ഷേപ്പ് കിട്ടുള്ളൂ. കേട്ടോ? ഇവിടെ വന്നു നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഇവിടുന്ന് 4 ഇഞ്ച് പോകും. പക്ഷേ ഇത് കയറി വരുമ്പോഴത്തേന് കറക്റ്റായിട്ട് കഴുത്തിലോട്ട് കയറി നിൽക്കും. ഇത് ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇതെടുക്കുന്നത് എങ്ങനെയാണ്? 15 ഇഞ്ചാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് ഈ അളവ് 2.25 എടുക്കണം. അത് ഫ്രണ്ട് കട്ട് ചെയ്യുന്നതും കൂടെ ഞാനിപ്പം പറയാം, നോട്ട് ചെയ്ത് വെക്കണം. ആ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പോൾ 15 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വൈഡ് വരുന്നത് 2.25 ബാക്ക് എടുത്തത്. ഇതിൻ്റെ ഇറക്കം വരുന്നത് ഇത് എവിടെയാണോ ഈ ലൈൻ വന്നേക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ഇവിടെ ഇപ്പം 1 ഇഞ്ച് സ്ലോപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. മനസ്സിലായോ? അതിൽ കൂടുതലാണ് വരുന്നെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ഇറങ്ങി വരും. ഓക്കെ. ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബാക്കിലെടുത്ത വൈഡ് തന്നെ ഫ്രണ്ടിലും കൊടുക്കുക. അതായത് ഇവിടെ 2.25 എടുത്തുകൊണ്ട് ഫ്രണ്ടിലും നമ്മൾ 2.25 ഇഞ്ച് വൈഡ് കൊടുത്തു. മനസ്സിലായോ? ബാക്കിലെടുത്ത് സെയിം എത്രയാണോ അത് തന്നെ ഫ്രണ്ടിൽ കൊടുക്കുക. ഈ 2.25 എങ്ങനെ വന്നേ? 15 ഇഞ്ച് ചുറ്റളവ്, റൗണ്ട് കഴുത്തിന് ചുറ്റളവുള്ള ഒരാളുടെ മെഷർമെൻറ്റാണ് ഈ 2.25. അത് ഈ 15 ഇഞ്ച് ചുറ്റളവുള്ള ആരുടെ ആയാലും നമുക്ക് ബാക്ക് എടുക്കേണ്ടത് 2.25 ഇഞ്ചാണ്. ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ 2.25 ഇടാൻ എടുക്കേണ്ടത്. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോഴും ആ 2.25 തന്നെ വൈഡ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇറക്കം വരുന്നത്, ഫ്രണ്ടിൽ ഇറക്കം വരുന്നത്, ബാക്കിൽ ഇറക്കം ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ടിൽ ഇറക്കം വരുന്നത് ഇത് എത്രയാണോ വന്നേക്കുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടുക. അന്നേരം എത്രയായി? 2.25 കൂടെ 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 2.25. കണ്ടോ? ഇത്രയും കാര്യമേ ഉള്ളൂ. ഈ ഒരു കണക്ക് പഠിച്ചു വെക്കുക. ഞാൻ 2-3 അളവൂടെ പറഞ്ഞുതരാം. നമുക്കൊരു 16 ഇഞ്ചാണ് കഴുത്തിൻ്റെ ചുറ്റളവ് വന്നെങ്കിൽ, മൊത്തത്തിൽ നമുക്ക് ചുറ്റളവ് എടുത്തേക്കുന്നത് 16 ഇഞ്ചാണെങ്കിൽ ഈ 2.25 സ്ഥാനത്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വൈഡ് നമ്മൾ 2.5 ഇഞ്ച് കൊടുക്കണം. മനസ്സിലായോ? അത് നമ്മൾ ഫ്രണ്ടിലും വൈഡ് എത്ര ഇഞ്ച് കൊടുക്കും? 2.5 ഇഞ്ച് തന്നെ കൊടുക്കും. അതിന് നമ്മൾ ഫ്രണ്ടിലെ ഇറക്കം എത്ര കൊടുക്കും? എത്രയാണോ വന്നേക്കുന്നത് അതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടും. 2.5 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 3 ഇഞ്ച്. മനസ്സിലായോ? ഇപ്പം നമുക്കൊരു 18 ഇഞ്ചാണ് വന്നേക്കുന്നത് വെക്കുക. 18 ഇഞ്ചാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങോട്ടുള്ള അകലം ഒരു 3 ഇഞ്ചാണ് കൊടുക്കേണ്ടത്. 18 ഇഞ്ച് റൗണ്ട് വന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം 3 ഇഞ്ച് കൊടുക്കണം. ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടുള്ള വൈഡ് നമ്മൾ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇറക്കം നമ്മൾ അന്നേരം എന്ത് ചെയ്യും? ഇതിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടും. അന്നേരം എത്രയായി? 3.5. മനസ്സിലായോ? ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരളവ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം 15 എന്നുള്ളത് 15.5 16 വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഈ 2.25 കൂടെ ഒരു പോയിന്റ് കൂട്ടി മാർക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. 2.25 ഒരു പോയിന്റ് കൂട്ടുക, 2.25 ഇവിടുത്തെ 2.25 ഒരു പോയിന്റ് കൂട്ടുക, 2.25 ഒരു പോയിന്റ് കൂട്ടുക. അതായത് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഇപ്പോൾ 16 എന്നുള്ളത് നമ്മളിത് മാർക്ക് ചെയ്തു. ഇപ്പം 17 വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 2.5 എന്നുള്ളതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടുതൽ മാർക്ക് ചെയ്യുക. മനസ്സിലായോ? ഇപ്പോൾ 18 എന്നുള്ളത് നമുക്കൊരു 19 വരുന്നെങ്കിൽ, അല്ലെങ്കിൽ 19 ഇഞ്ച് കഴുത്തിൻ്റെ വരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3.1. മനസ്സിലായോ? 3.1 ഇവിടുന്ന് അകലം വരുന്നത്. ഇറക്കം വരുമ്പോൾ 3.1. മനസ്സിലായോ? ഇതാണ് മെഷർമെൻറ്റ് വരേണ്ടത്. ആരും നമുക്കൊരു 14 ഇഞ്ചായി. ഇപ്പോൾ നമ്മൾ 15 തൊട്ട് ഒരു 19 വരെ കണ്ടു. അതിൽ കൂടുതലൊന്നും നല്ല വണ്ണമുള്ളവരാണെങ്കിൽ അതിൽ കൂടുതൽ കഴുത്തിന് ചുറ്റുള്ള വരത്തുള്ളൂ. കാരണം ഏകദേശം എല്ലാ മെഷർമെൻറ്റുമായി. നമുക്കൊരു 14 ഇഞ്ചാണ് വരുന്നത് നോക്കാം. 14 ഇഞ്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊന്ന് ഒരു പോയിന്റ് കുറയ്ക്കണം. 14 ഇഞ്ചാണെങ്കിൽ 15-നേക്കാളും കുറവാണല്ലോ 14 ഇഞ്ചാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2 ഒരു പോയിന്റ്. മനസ്സിലായോ? 2 ഒരു പോയിന്റും ഫ്രണ്ടിലും കൊടുത്തു.
അവിടെ അരയിഞ്ച് വ്യത്യാസം വരണം. അരം 2.5 1 പോയിൻറ്റും വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവരിപ്പോൾ എല്ലാ മെഷർമെൻറ്റും ആയേ, ഏതളവ് വന്നാലും ചെയ്യണം. ഇപ്പോൾ 13 ഇഞ്ച് 12 ഇഞ്ച് വരുവാണെങ്കിൽ അധികം കൊച്ചു പിള്ളേരുടെയൊക്കെ ഉള്ളു അങ്ങനെ ചുറ്റളവ് വരുന്നത്, കഴുത്തിന് ചുറ്റളവ് വരുന്നത്. അത് ഇതിൻ്റെ അനുസരിച്ച് 1 പോയിൻറ്റും ഒക്കെ വെച്ച് കുറച്ച് ബാക്കി കൂടെ കണ്ടുപിടിക്കുക. അങ്ങനെ വരത്തില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും വരേണ്ടത് മെഷർമെൻറ്റ് വരുന്നത് ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ. അതിപ്പോൾ എല്ലാം ആയല്ലോ. ബാക്കിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അത് ഇവിടെ നമ്മൾ 15 ഇഞ്ച് ആയതുകൊണ്ടാണ് ഇവിടെ 2.25 എടുത്തത്. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ സിബിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് ഷോൾഡർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഷോൾഡർ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡി ഷോൾഡർ എത്രയാണോ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുക. അത്രയോ കാര്യമുള്ളൂ കേട്ടോ. ബോഡി ഷോൾഡർ എത്രയാണോ വരുന്നത്, എത്ര ആയിക്കോട്ടെ, 15, 16, 17, 18 എത്ര ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടി മാർക്ക് ചെയ്താൽ മതി. വേറെ ഒരു കാര്യവും നോക്കേണ്ട കാര്യമില്ല. അത് ഇവിടുത്തെ ഷോൾഡർ വന്നേക്കുന്നത് ഞാൻ പറയാം. ബോഡി ഷോൾഡർ വന്നേക്കുന്നത് 16 ഇഞ്ചാണ്. അതിന് 16ൻ്റെ പകുതി 8 ഇഞ്ച്. 8 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂടെ കൂട്ടി മാർക്ക് ചെയ്യുക. അതിനെത്ര വരും? തയ്യൽ തുമ്പ് എത്ര? 4 ഇഞ്ച് 1 പോയിൻ്റ് അല്ലേ വരുന്നത്. അത് 8.25 1 പോയിൻറ്റ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. 8.25 1 പോയിൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വരേണ്ടത് കേട്ടോ. കാര്യം ഇത്രയും ഭാഗം അങ്ങ് പോകുന്നതാണ്, അത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് നമ്മളിത് സ്ലോപ്പ് കൊടുക്കുക. കണ്ടോ കണ്ടോ സ്ലോപ്പ് കൊടുക്കുക. കണ്ടോ, മനസ്സിലായോ? ഷോൾഡർ എടുക്കുന്നത് മനസ്സിലായോ? എത്ര ഇഞ്ചാണോ ഷോൾഡർ അതിനൂടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യും. ഇവിടെ 16 ഇഞ്ച് ഷോൾഡർ ആയതുകൊണ്ട് നമ്മൾ 16ൻ്റെ പകുതി 8ഉം അതിനൂടെ 4 ഇഞ്ച് 1 പോയിൻറ്റ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ സ്ലോപ്പ് കൊടുത്തു. ഇത്രയും മനസ്സിലായേ? ഇനി നമുക്ക് അടുത്ത വേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. ആം ഹോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആം ഹോൾ വരുന്നത് 16.5 ഇഞ്ചാണ് ബോഡിയുടെ. നമ്മൾ സാധാരണ ആം ഹോൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലൈനിങ് ചുരിദാറിൻ്റെ ആം ഹോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചത് ആം ഹോൾ എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ ലൈനിങ് ചുരിദാറാണെങ്കിൽ 1.5 ഇഞ്ച് ലൂസ് കൂട്ടും, ഓർഡിനറി ആണെങ്കിൽ 1 ഇഞ്ച് ലൂസ് കൂട്ടും അല്ലേ. അത് നമ്മൾ ഇവിടെ വരുന്നത് ആം ഹോൾ, ബോഡിയുടെ ആം ഹോൾ വന്നത് 16.5 ഇഞ്ചാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? 1.5 ഇഞ്ച് ലൂസ് കൂട്ടും. അത് എത്രയായി? ലൈനിങ് ആയതുകൊണ്ട് 1.5 ഇഞ്ച് കൂട്ടിയതിന് എത്രയായി? 18ആയി. 18ൻ്റെ പകുതി 9 നമുക്കിവിടെ വേണ്ടത്. പക്ഷേ ഈ ഹൈനെക്ക് മോഡൽ വരുമ്പം നമ്മൾ എത്രയാണോ നമുക്കിവിടെ വേണ്ടത്, ഇപ്പം നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ 9 ഇഞ്ച് കിട്ടിയില്ലേ, അതിൻ്റെ കൂടെ 3/4 ഇഞ്ച് ആഡ് ചെയ്യണം. അതെത്രയായി? 9.25. മനസ്സിലായോ? അങ്ങനെ ഏത് വന്നാലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നതിന് ശേഷം 3/4 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. 3/4 ഇഞ്ച് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതെപ്പോഴും ഇതിൻ്റെ നിങ്ങൾ ഹൈനെക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ടൈപ്പ് വരുന്ന ചുരിദാറായാലും ബ്ലൗസ് ആയാലും സെൻറ്റർ വരുന്നത് ഈ ഒരു ജോയിൻറ്റ് ഭാഗത്തായിരിക്കില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കത്തില്ല. മനസ്സിലായോ? ഷോൾഡർ ഭാഗത്ത്, ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈനെക്ക് മോഡലുകൾ ഒന്നും കറക്റ്റായിട്ടിരിക്കത്തില്ല. നമുക്കെപ്പോഴും ഈ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നൊരു 4 ഇഞ്ച് 1 പോയിൻ്റ് അല്ലെങ്കിൽ 1/2 ഇഞ്ച് മാറിയാണ് സെൻറ്റർ വരാവൂ. അങ്ങനെ വരുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. കാര്യം അതിന് ഒത്തിരി കണക്കുകളുണ്ട്. കാര്യം ഈ ഷോൾഡർ വരുന്ന എപ്പോഴും നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ബാക്ക് ഷോൾഡർ ആയാലും ഫ്രണ്ടിൻ്റെ ആ ഷേപ്പ് ആയാലും നമുക്ക് കറക്റ്റായിട്ടൊരു ചുളുക്കില്ലാതെ കിട്ടും. അതിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചാണ് അത് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ 3/4 ഇഞ്ച് കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കും, 3/4 ഇഞ്ച് കൂടുതലിടുമ്പോൾ ഫ്രണ്ടിലും 3/4 ഇഞ്ച് വരുമ്പം അത് 1.5 ഇഞ്ചോളം വ്യത്യാസം വരത്തില്ല എന്ന്. ഇല്ല, ഫ്രണ്ടിൽ നമ്മളിപ്പോൾ ഇവിടെ 3/4 ഇഞ്ച് കൂടുതലിടുന്നത് ഫ്രണ്ടിൽ നമ്മൾ കുറയ്ക്കും. ഫ്രണ്ട് ആം ഹോൾ കുറവായിട്ടായിരിക്കും വരുന്നത്. അന്നേരം ഇതിൻ്റെ സെൻറ്റർ എങ്ങനെ കറക്റ്റായിട്ട് വരും? നമുക്ക് ഈ 3/4 ഇഞ്ച് കൂടുതലിടുന്നില്ലേ, അതിൻ്റെ സെൻറ്റർ നോക്കും. സെൻറ്റർ നോക്കിയിട്ട് ബാക്കി വരുന്നത് നമ്മൾ ഫ്രണ്ടിനകത്തോട്ട് കുറച്ച് ഇതില്ലേ, 3/4 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ഫ്രണ്ടിലിടുന്നത്. ഫ്രണ്ട് മാറിയുമ്പോൾ ഞാൻ പറയാം. അത് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേന് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വരുമ്പോഴത്തേന് തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് അളവ് ആം ഹോൾ കാണും. മനസ്സിലായി? അതിനകത്തിപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ബോഡി ഷോൾഡർ ആം ഹോൾ എത്രയാണോ അതിൻ്റെ കൂടെ ലൂസ് എത്രയാണോ ആവശ്യം. നമുക്കിവിടെ ലൈനിങ് ആയതുകൊണ്ട് 1.5 ഇഞ്ചാണ്. നമുക്കിവിടെ വേണ്ടത് 16.5 ഇഞ്ചാണ് വേണ്ടത്. 16 1.5 കൂടുമ്പം 18, 18ൻ്റെ പകുതി 9 ഇല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈനെക്ക് മോഡൽ ആയതുകൊണ്ട് 3/4 ഇഞ്ച് കൂട്ടണം. 9.25 ഇഞ്ച് വേണം ഇവിടെ നമുക്ക് കിട്ടാൻ. മനസ്സിലായോ? 9.25 ഇഞ്ച് വേണം നമുക്ക് ആം ഹോൾ ഇവിടെ കിട്ടാൻ. അത് നമുക്ക് എത്ര ഇഞ്ച് ഇറക്കണമെന്ന് നോക്കാം. നമുക്കൊരു 8 ഇഞ്ച് ഇറക്കി നോക്കാം കേട്ടോ. 8 ഇഞ്ച് നമുക്ക് ഇറക്കി നോക്കാം. എന്നിട്ട് നമുക്ക് വരയ്ക്കാം. ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. സ്ട്രൈറ്റ് ആണോ?
8.25 പോയിൻറ്റും 8.25 പോയിൻറ്റ് ശകലം വ്യത്യാസമുണ്ടല്ലേ. അതുകൊണ്ട് ഈ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ വരയ്ക്കാമെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ശകലം വ്യത്യാസമൊക്കെ വരും. ശകലം വ്യത്യാസം വരുമ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് ബാധിക്കും, അത് വരരുത്. അതുകൊണ്ടാണ് ഈ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് എപ്പോഴും ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാമെന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ വണ്ണമാണ്. ചെസ്റ്റിൻ്റെ വണ്ണം കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. അതായത് ചെസ്റ്റിൻ്റെ ബോഡി വണ്ണം എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ലൈനിങ് ആണെങ്കിൽ 3/4 ഇഞ്ച് കൂട്ടണം, ഓർഡിനറി ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടണം വൺ സൈഡ്, ഇല്ലേ? നമ്മൾ പഠിച്ചതല്ലേ? ആ സെയിം തന്നെ ഇവിടെ വരുന്ന ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പോർഷനേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ആം ഹോളിനെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. മനസ്സിലായോ? ഈ ഒരു പോർഷൻ, ഹൈനെക്ക് വരുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. അത് കഴിയുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ഇപ്പോൾ ആം ഹോളിൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കാം. ഒരു ആം ഹോൾ കാണാൻ ചെസ്റ്റിൻ്റെ വണ്ണം നമുക്ക് മാറിയണം. ചെസ്റ്റ് വരുന്നത് 40 ആണ്. അതെന്ത് ചെയ്യും? 40/4 എത്ര കിട്ടും? 10. അതിനൂടെ നമ്മൾ എന്ത് ചെയ്യും? 3/4 ഇഞ്ച് കൂട്ടും, അല്ലേ? ലൈനിങ് ആയതുകൊണ്ട് 3/4 ഇഞ്ച് കൂട്ടും. അതിന് 10.25 മാറിയ. അന്നേരം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമുക്കിവിടെ സിബ് വരുന്നുണ്ട്. അതിൻ്റെ തയ്യൽ തുമ്പ് നമുക്കിവിടെ ആവശ്യമാണ്. അത് നമുക്ക് 10.25 നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇട്ടു, അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് കൊടുക്കണം. ഷേപ്പ് കൊടുക്കുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേനും ആം ഹോളിൻ്റെ പകുതി വെച്ചാൽ ഷേപ്പ് കൊടുക്കുന്നത്. ഈ പ്രിൻസസ് കട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, പ്രിൻസസ് കട്ടല്ല, ബോർഡിനൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത്രയും ഷോൾഡർ ആം ഹോൾ ഇത്രയും ഇറങ്ങി വരുമ്പോഴത്തേന്, ചെസ്റ്റ് ലൈൻ ഇത്രയും താഴെ വരുമ്പോഴത്തേനും നമുക്ക് പകുതിക്ക് വെച്ച് ഷേപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ 3-ൽ ഒരു ഭാഗത്ത് വെച്ച് അങ്ങ് ഷേപ്പ് ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കണ്ടോ? എന്നിട്ട് നമുക്ക് എത്രയാണ് ആം ഹോൾ വേണ്ടത്? 9.25 നമുക്ക് ആ 9.25 ഇവിടെ കിട്ടുമോ നോക്കാം. ഇവിടെ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഈ കറക്റ്റ് തയ്യൽ തുമ്പും ഉൾപ്പെടെ അങ്ങ് എടുത്താൽ മതി. കാര്യം തയ്യൽ തുമ്പും ഇതെല്ലാം കൂടെ നമുക്കിത് ഈ ഭാഗം ഫ്രണ്ടിലോട്ട് പോകേണ്ടതാണ്. 3/4 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇട്ടിട്ടുണ്ട്, മനസ്സിലായോ? 3/4 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടില്ലേ ആം ഹോളിൻ്റെ? കാരണം അതുകൊണ്ട് നമുക്ക് ഈ ഒരു എൻഡിൽ നിന്ന് തന്നെ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. നമുക്ക് വേണ്ടത് 9.25 ഇഞ്ചാണ്. കണ്ടോ? 9.25 ഇഞ്ച് കറക്റ്റ് കിട്ടി. അന്നേരം നമുക്ക് ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടി. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇച്ചിരൂടെ ആം ഹോൾ ഇറക്കി വേണമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ? ഇറക്കി മാർക്ക് ചെയ്തേനെ. കൂടിപ്പോയെങ്കിൽ നമ്മൾ മേലോട്ട് കയറ്റിയിട്ട് മാർക്ക് ചെയ്തേനെ. അല്ല, ഇവിടെ നമ്മൾ 8 ഇഞ്ചാണ് ഇറക്കിയേക്കുന്നത്, ഓർമ്മ വേണം കേട്ടോ. 8 ഇഞ്ച് ഇറക്കിയേക്കുന്നത്. നമുക്ക് 9.25 ഇഞ്ച് നമ്മൾ ബാക്കിൽ ആം ഹോൾ എടുക്കുകയും ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഇനി ബ്രസ്റ്റ് പോയിൻ്റ് എവിടെയാണെന്നുള്ളത് മാർക്ക് ചെയ്യണം. ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുമ്പം നമ്മൾ ഈ സ്ട്രൈറ്റ് ലൈൻ വരച്ചില്ലേ, അവിടെ വെച്ചിട്ട് ഇനിയിപ്പം ബ്രസ്റ്റ് പോയിൻ്റ് ആയാലും പിന്നെ ഇടവണ്ണമായാലും ഹിപ്പിൻ്റെ വണ്ണമായാലും മാർക്ക് ചെയ്യാവുള്ളൂ. ഈ ലൈൻ വരച്ചേക്കുന്ന, സ്ട്രൈറ്റ് വരച്ചേക്കുന്നത്, ഇത്രയും നമ്മൾ ചരിച്ച് വരച്ചേക്കുന്ന ഭാഗം ഫ്രണ്ടിലോട്ട് കവർ ചെയ്ത് പോവുക ചെയ്യുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ചോളൂ. അതിന് നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് വരുന്നത് 10.5 ഇഞ്ചാണ്. ഇടവണ്ണം വരുന്ന 16, സ്ലിറ്റ് വരുന്ന 21 ഇഞ്ചാണ്. 10.5, 16, 21. അവിടെയാണ് ഹിപ്പ് വരുന്നത്. നമുക്കിത് വരയ്ക്കാം. കണ്ടോ? ഇത് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു തരാം ഇനി അങ്ങോട്ട്. ഇനി നമുക്ക് ബ്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ബ്രസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ലൈനിങ് ആണെങ്കിൽ 3/4 ഇഞ്ച് കൂട്ടുന്നു, ഓർഡിനറി ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കാര്യം. അതിന് ഇവിടെ വരുമ്പം ബ്രസ്റ്റ് വരുന്ന 41 ഇഞ്ച് വണ്ണമാണ്. 41 ആകുമ്പോൾ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? 41/4 എത്ര കിട്ടും? 10.25. 10.25 നമ്മൾ 3/4 ഇഞ്ച് കൂട്ടുമ്പം 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമുക്ക് ഇടവണ്ണം വരെ നമ്മളെങ്ങനെ മാർക്ക് ചെയ്യുന്നത്? ഇടവണ്ണത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3/4 ഇഞ്ച് കൂട്ടുന്നു, ബാക്കി ടക്കുണ്ടെങ്കിൽ 4 ഇഞ്ച് പിന്നെയും കൂട്ടുന്നു. ഇവിടെ നമ്മൾ സിബിനുള്ളത് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ അളക്കാവുള്ളൂ കേട്ടോ. ഇതോടെ എൻഡ് വെച്ച് അളക്കരുത്. ഈ സിബിനുള്ളത് കഴിഞ്ഞിട്ടേ നമ്മൾ അളക്കാവുള്ളൂ. എപ്പോഴും അത് ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ ഇടവണ്ണം വരുന്നത് നമുക്ക് 37 ഇഞ്ചാണ്. അതായത് 37 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 37 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.25. 9.25 നമ്മൾ 3/4 ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ 10. അതിനോട് നമ്മൾ 4 ഇഞ്ച് ടക്കിന് വേണ്ടി, അന്നേരം 10.25 അല്ലേ? 10.25 കറക്റ്റായിട്ട് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഹിപ്പ് വരുന്നത് 42 ഇഞ്ചാണ് ഹിപ്പ് വരുന്നത്. അതായത് ഹിപ്പിന് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? ഹിപ്പ് മാർക്ക് ചെയ്യുന്നത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ലൈനിങ് ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടും, ഓർഡിനറി ആണെങ്കിൽ 4 ഇഞ്ച് കൂട്ടും. ഇവിടെ ലൈനിങ് ആണല്ലോ. അതായത് നമ്മളിപ്പോൾ 42 വരുന്നത്. അങ്ങനെ 42 4 എത്രയായി? 10.5. 10.5 കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂടും 11 ഇഞ്ച്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 11 ഇഞ്ച് എന്ന് പറയുമ്പം ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട്, ഇവിടുത്തെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടല്ല എടുക്കേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സിബ് വരുന്നത് ഈ ഹിപ്പിൻ്റെ മേളിലായിട്ട് ക്ലോസ് ആവണം കേട്ടോ. ഹിപ്പിന് താഴോട്ട് സിബ് ഓപ്പൺ ആയിട്ട് വരരുത് ഒരിക്കലും. ഇവിടുന്ന് നമുക്കൊരു 1 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ചും 2 ഇഞ്ചോളം മേളിൽ ഒരു 1-1.5 ഇഞ്ചെങ്കിലും മേളിൽ ക്ലോസ് ആവണം.
അതായത് തയ്യൽ ഇവിടെ വരെ കാണാവുള്ളൂ. ക്ലോസ് ആവുന്നത് അതിലും മേളിലായിട്ട് ക്ലോസ് ആവണം സിബ്. ഈ ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ അല്ലെ കൺസീൽഡ് സിബ് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ലൈന് താഴെ ഒരിക്കലും ഈ ഒരു തയ്യൽ പോകരുത്. മനസ്സിലായോ? ഈ സിബിൻ്റെ തയ്യൽ ഒരിക്കലും പോകരുത്. അന്നേരം ഇവിടുത്തെ ഈ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞാണ് വരുന്നത്. ഇതിനകത്ത് ഒറിജിനലായിട്ട് ഇത് വരുന്നതെന്ന് പറയുമ്പം ഈ ഇടവണ്ണത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ശകലം കൂടെ താഴോട്ട് നിർത്തിയിട്ടാണ് ഈ സിബ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, ഇവിടെ വരെ ഓപ്പൺ വരുള്ളൂ. ഇടവണ്ണം കഴിഞ്ഞിട്ട് നമ്മൾ ശകലം കൂടെ താഴ്ത്തിയിട്ടാണ് ഈ ഓപ്പൺ എടുക്കുന്നത്. മനസ്സിലായോ? ഈ ടക്കിൻ്റെ അനുസരിച്ചും വേണമെങ്കിൽ നമുക്ക് ലെവൽ ഓപ്പൺ കൊടുക്കാം. ഈ ഓപ്പൺ കൊടുത്തതിന് ശേഷം നമുക്കൊരു 2-3 ഇഞ്ച് താഴോട്ട് തയ്യൽ വരും. കാരണം ആ ഒരു ഷേപ്പ് നമുക്ക് ഒരു ചുളുക്കമില്ല കിട്ടാൻ വേണ്ടി അത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് കാണാം കേട്ടോ. ഇപ്പോൾ അതൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. ഇവിടുന്ന് കണ്ടോ ഈ ഒരു ചരിവ് വരുവേ, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ചരിവ് വരും. അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണ്ട, തയ്യൽ തുമ്പ് സിബിൻ്റെ കൊടുക്കണ്ടേ. ഇപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സിബിൻ്റെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമില്ല, ഈ സിബിൻ്റെ ഭാഗത്ത് ആവശ്യമില്ല. സിബ് ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. അത് നമുക്കിപ്പോൾ എത്ര ആയിരുന്നു വേണ്ട, 11 ഇഞ്ച് വേണ്ടപ്പം ഇങ്ങനെ അറ്റത്തുനിന്ന് തന്നെ 15 ഇഞ്ച് എടുക്കുക. കണ്ടോ, 11, ഒരു 3/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്ലെയറിൻ്റെ അവിടെ നമ്മൾ എത്ര ചെയ്യും, ഇവിടെ 11 ആയതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടി ഇവിടെ 11.5 ഇടുന്നു. നമുക്കൊരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമുക്ക് നേരെ വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കണ്ടോ. ഇനി നമുക്ക് നേരെ ഇടാം. അറിയാമല്ലോ, ഈ സിബ് വരുന്ന ഈ ഹിപ്പിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്കിവിടെ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ വരുന്ന സിബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇടവണ്ണത്തിൻ്റെ അവിടെ നമ്മൾ സിബിന് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാനെ കൊണ്ട്. ഹിപ്പിൻ്റെ ഭാഗം വരുമ്പോൾ ഒരിക്കലും നമ്മൾ തയ്യൽ തുമ്പ് അഡീഷണൽ ഇടണ്ട ഈ സിബിന് വേണ്ടിയിട്ട്. കാര്യം സിബ് ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരിക്കലും നമ്മൾ നിൽക്കരുത്. ഇവിടുന്ന് ചെറിയൊരു സ്ലോപ്പ് വേണമെങ്കിൽ നമുക്ക് ഹിപ്പിൻ്റെ ഈ കറക്റ്റ് ഹിപ്പിൻ്റെ ഭാഗം വരെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ അത് ചരിഞ്ഞേ കൊടുക്കാവുള്ളൂ, അല്ലാതെ ഡയറക്റ്റ് കൊടുക്കരുത്. അതായത് ഇങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കും. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം വിട്ടുതരാം കേട്ടോ. സിബിൻ്റെ കാര്യം നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ഷേപ്പാണ്. ഇവിടുത്തെ ഷേപ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് എടുക്കുക. കണ്ടോ, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ ആണേ. ഇനി നമുക്കിവിടെ ബാക്ക് പാർട്ടാണ്. ഇത് നമുക്ക് ടക്ക് വേണ്ടേ. ടക്ക് വേണ്ടുമ്പോൾ ബ്രസ്റ്റിൻ്റെ താഴെ നമുക്കൊരു 1/2 ഇഞ്ച് താഴെ ടക്കിന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ വണ്ണം വന്നേക്ക് 41 ഇഞ്ചാണ്. 41 ഇഞ്ച് വരുമ്പോൾ ഞാൻ എത്ര ഇഞ്ച് ടക്കിൻ്റെ വിട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു 4 ഇഞ്ച് കൊടുക്കുക അല്ലേ. അത് 4 ഇഞ്ച് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഇറക്കം. ടക്കിൻ്റെ ലെങ്ത് വരുന്നത് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മേലോട്ട് കയറി നിൽക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇല്ലേ. 2-2.25 ഇഞ്ചൊക്കെ മേലെ കയറ്റി നിർത്താം. നമുക്കൊരു 8 ഇഞ്ച് ടക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ 4 ഇഞ്ച്, ഇവിടെ 4 ഇഞ്ച് വരയ്ക്കുമ്പം ഈ സിബിൻ്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ 4 ഇഞ്ച് വരയ്ക്കാം. ഈ സിബ് നമുക്ക് ഈ ഒരു ടക്കിൻ്റെ ലെങ്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവിടെ വരെ കൊടുക്കാൻ പറ്റും. അവിടുന്ന് പിന്നെ സ്ലോപ്പായിട്ടാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം അത് ശ്രദ്ധിക്കണ്ട. ഇപ്പം ഇത് മാത്രം നോക്കുക. ഇത് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കാം. കണ്ടോ. എന്നിട്ട് നമുക്ക് 4 ഇഞ്ചും 4 ഇഞ്ചും 2 സൈഡ് ടക്ക് എടുത്തു. നമ്മളത് വരയ്ക്കുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ബാക്കി മാർക്ക് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാഗം ആം ഹോളിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം, ഈ ഷോൾഡറിൻ്റെ ഭാഗം ശ്രദ്ധിക്കണം. ബാക്കിയെല്ലാം നമുക്കറിയാം. സിബിന് നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടണം. ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് മാത്രം തയ്യൽ തുമ്പ് എക്സ്ട്രാ വേണ്ട. ബാക്കി ഇത്രയും ഭാഗത്ത് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ഷേപ്പൊക്കെ കറക്റ്റ് തന്നെ ആയിരിക്കണം കേട്ടോ. ഷേപ്പിനകത്തുനിന്ന് വ്യത്യാസം വരരുത്. വന്നു കഴിഞ്ഞാൽ പിന്നത് പ്രശ്നമാണ്. തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മൾ കട്ട് ചെയ്തെടുത്ത് കണ്ടോ, ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്ത് ഇവിടെ നമ്മൾ ചെറുതായിട്ട് മാറിയും കൊടുക്കാം. നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും സിബിൻ്റെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബാക്ക് കട്ട് ചെയ്യാനെ കൊണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട് നോക്കുമ്പോഴും ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം.